ആരിഫ് ഹുസൈൻ നോക്കൂ, ഈ ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ്, കാന്തപുരത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് വധശിക്ഷ നീട്ടിവെപ്പിക്കാനായതെങ്കിൽ മോചനത്തിൻ്റെ വാതിലുകൾ തുറക്കാനും അദ്ദേഹത്തിന് അനായാസം സാധിക്കില്ലേ? സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങനെയല്ലേ ചിന്തിക്കുക, കാരണം അദ്ദേഹത്തിന് അവിടെ പിടിപാടുണ്ട്. അതെ, ഇത് ഇത്ര എളുപ്പമല്ല. നമ്മൾ ഒരു സ്റ്റിൽ ഇമേജ് വെച്ച് ഞാനത് ലൈവ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കാൻ സ്ക്രീനിൽ ഫോട്ടോ വെച്ച് ആളെ പറ്റിക്കുന്ന പോലെയോ, അതല്ലെങ്കിൽ സ്വന്തം ലെറ്റർ പാഡിൽ ഇതേപോലെ വാട്ടർമാർക്ക് വെച്ച് ഈ പ്രിന്റ് ഔട്ട് എടുക്കുന്ന പോലെ എളുപ്പമല്ല. അത്ര ലാഘവത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ പറയുന്ന ഇടപെടൽ എന്ന് പറയുന്നത്. ഇത് ഇപ്പോഴെങ്കിലും കാന്തപുരത്തിന് മനസ്സിലായി കാണും. അതുകൊണ്ടാണ് സത്യത്തിൽ ഇപ്പോൾ കേന്ദ്രം ഓൾറെഡി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും ഇവിടുത്തെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ പോലും പറഞ്ഞത് എന്താണ്, അങ്ങനെ ഒരാൾ ഇടപെട്ടതായിട്ട് നമുക്ക് അറിവില്ല എന്നും കൂടി പറയുമ്പോൾ സത്യത്തിൽ ഇതിനൊരു ഔദ്യോഗിക ചാനലും ഒരു നാഷണൽ ചാനൽ ഉള്ളപ്പോൾ ആ ചാനല് ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇത് ചെയ്യാന്ന് പറയുന്നത് വളരെ നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു കീഴ്വഴക്കമാണ്. അത് അനാവശ്യ അല്ലെങ്കിൽ ഒരു എന്താ പറയുക തെറ്റായ രീതിയിലുള്ള ഒരു പോക്കാണത്. അത് നമുക്ക് അതിനോട് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ ഹൂതി കണക്ഷനൊക്കെ അഥവാ അനാവൃതമാവുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണോ ഇനിയിപ്പോൾ ഇരിക്കട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ 2 പ്രതിനിധികൾ കൂടി വരട്ടെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്? പറയാൻ അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് ഉറപ്പുള്ള കാര്യമല്ല, അത് ദുരൂഹമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അന്വേഷണം വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതൊക്കെ കൂടുതൽ വെളിച്ചത്ത് വരാനുള്ള സാധ്യത ഇതൊക്കെ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ അവിടെയുള്ള പല ഇതുപോലുള്ള നേതാക്കൾക്കും അങ്ങനെയുള്ള കണക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ചെറുതല്ല എന്നത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം മേഖലയിലേക്കും കൂടി അന്വേഷണങ്ങളൊക്കെ പോകാനുള്ള സാധ്യത ഒക്കെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതൊന്നും നമ്മൾ നിഷേധിക്കുന്നുമില്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ തരം ഒരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയി ഇത് ചർച്ച അനാവശ്യമായി കൊണ്ടെത്തിച്ച് ഇപ്പോൾ തലാലിന്റെ കുടുംബത്തെ പോലും ഇതിനെ ഒരു ആന്റഗോണിസ്റ്റിക് ആയിട്ട് നിർത്തുന്ന ഒരു നിലയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ പങ്ക് വഹിച്ചത് ഈ കാന്തപുരമാണ്. ഇതാണ് ഞാൻ പറയുക, കാന്തപുരമാണ് സത്യത്തിൽ ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ഇത്രമാത്രം ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ സാധനം കൊണ്ടെത്തിച്ചത്, അവരെ കൂടുതൽ ഇതിനകത്ത് പ്രകോപിപ്പിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പല സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇടയിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഇത് ഡീറെയിൽ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി എന്നേ ഞാൻ പറയുള്ളൂ. ഇതൊന്നും ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടിയിരുന്നത്. ഇതിന്റെ ചാനൽസിലൂടെ പോയി, കാരണം ഇവിടെ അറിയാലോ 14-ാം തീയതി ആ റിപ്പോർട്ട് കിട്ടുന്നത്, ആ ഒരു കോർട്ടിന്റെ എക്സ്റ്റൻഷൻ ഓർഡർ വരുന്നത് എങ്ങനെയാണ്, ഈ കുട്ടിയുടെ അമ്മ കോടതിയിൽ കൊടുത്ത അപ്ലിക്കേഷന്റെ ഭാഗമായിട്ടാണ്. ആ സംഗതിയാണ് ഇവിടെ ഉണ്ടായിരിക്കെ ഇദ്ദേഹം വന്നിട്ട് പറയുന്നത് ഞാൻ ജഡ്ജിയോട് വിളിച്ച് കാര്യം സംസാരിച്ചിട്ടുണ്ട്, അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ സാധിക്കുക? ഒരു കോടതി അങ്ങനെ ഏതെങ്കിലും മുല്ലാക്ക വിളിച്ച് പറയുന്നത് കേട്ടിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ? ഇത് കേരളത്തിലെ അവസ്ഥ പോലെ അല്ലല്ലോ അവിടെ കാര്യങ്ങളുള്ളത്. ഇതൊക്കെ ആരെയാണ് ഈ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി നോക്കണത്? ഇതൊക്കെ വിശ്വസിക്കുന്ന കുറെ മാധ്യമ മണ്ടന്മാർ ഇവിടെ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചു പോയത് ഇതൊക്കെ കണ്ടപ്പോൾ. നമുക്കൊരു പ്രശ്നത്തിലേക്ക് കൂടി പോവാം. മാഹിയിൽ നിന്ന് ഉത്തമൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം, കാന്തപുരം പറഞ്ഞിട്ട് ഇത് നീട്ടിവെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ കാന്തപുരത്തിന് തന്നെ ഇത് റെഡിയാക്കിയാ പോരെ, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ചെയ്താൽ പോരെ. പിന്നെ അദ്ദേഹത്തിനാണ് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും കത്തയക്കേണ്ട ആവശ്യം? ഇങ്ങനത്തെ ഊച്ചകളൊക്കെ വെടിവെച്ച് കൊല്ലേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നാട്ടിൽ. കാരണം ഭാരതത്തിനറിയില്ലേ, ഭാരതത്തിലെ ഭരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ലേ എന്ത് ചെയ്യണം എന്നുള്ളത്? അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത്. ഭാരതം ഭരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ലേ, ഭാരതം ഭരിക്കുന്നവര് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ അതിനിടയ്ക്ക് ഈ കാന്തപുരത്തിനെ പോലെ ആൾക്കാർ എന്തിനാ ഇടപെടേണ്ട ആവശ്യം ഇതില്? അവിടെ ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. പറഞ്ഞോളൂ. കാന്തപുരത്തെ പോലുള്ള ആളുകൾ ഇടപെടുന്നതിനോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല. ഇടപെട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നതിനോട് നമുക്ക് യോജിപ്പേ ഉള്ളൂ. പക്ഷെ അത് രാജ്യം തോറ്റെടുത്ത് കാന്തപുരം ജയിച്ചു എന്ന നിലയിലേക്ക് കൊണ്ടെത്തിക്കുകയും ഇവിടെ രാജ്യ നിയമത്തിന് അതീതമായിട്ട്, രാജ്യ സംവിധാനങ്ങൾക്ക് അതീതമായിട്ട് ഒരു മതസ്ഥാപനത്തിനും മതവ്യക്തികൾക്കും ഇതുപോലെ ഇടപെടാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നു എന്നത് നോർമലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്ന, അതിന് ആക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത് അപകടകരമാണ്. അതിനോടാണ് നമുക്ക് വിയോജിപ്പുള്ളത്. കാന്തപുരം എന്നല്ല, XYZ ആരിടപെട്ടിട്ടായാലും ഈ പറയുന്ന വധശിക്ഷ ഒഴിവാക്കി കിട്ടിയാൽ നമുക്ക് അതിനോട് യോജിപ്പേ ഉള്ളൂ. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് കുറഞ്ഞു കിട്ടിയാൽ അത്രയും നല്ലത്. പക്ഷേ ഇവിടെ അതൊന്നുമല്ല. ഇവിടെ അനാവശ്യമായ ക്രെഡിറ്റ് എടുക്കൽ, ചെയ്യാത്ത പണി ചെയ്തു എന്ന് പറയൽ, അതിന്റെ പേരിൽ താൻ ചെയ്തതുകൊണ്ട് ഞാനില്ലായിരുന്നെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കമായേനെന്ന് പറയുക, ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുപോയതുകൊണ്ടാണ് ഈ വിഷയം വരുന്നത്. മാത്രമല്ല ഇപ്പൊ ഈ സംസാരിച്ച പ്രേക്ഷകൻ പറഞ്ഞ പോലെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്നു കഴിയാണ്. അങ്ങനെയൊന്നും അല്ല ഇതിനെ കാണേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. അതല്ല അതിന്റെ രീതി. ഇതിനെ ജനാധിപത്യപരമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടതിന്റെ രീതിയുടെ പ്രശ്നം നമുക്ക് ഇവിടെ പറയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് വെടിവെച്ച് കൊന്നു തീർക്കാനാണെന്നുണ്ടെങ്കിൽ തോക്കിന്റെ ഉണ്ടാ നമുക്ക് തികയില്ല. ഓക്കെ.